ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പക്കവടയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു ചട്നിയുടെയും റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു സവാള മതിയാവും. നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സവാള ചേർത്ത് കൊടുക്കണം, പക്ഷേ പക്കവടക്ക് അധികം സവാളയുടെ ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചതാണ്. ഇതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3-4 അല്ലി കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിപ്പോൾ 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ പച്ചമുളക് പൊടി ചേർത്തതാണ്. അതുകൊണ്ട് മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതാ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് വെള്ളമാണ് എടുത്തത്. 2 കപ്പ് കടലമാവിന് 3/4 കപ്പ് വെള്ളം കറക്റ്റ് അളവാണ്. ഇനി നമുക്കിത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 2 വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പക്കവട നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എണ്ണ ഒന്നും കുടിക്കാതെ തന്നെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പക്കവടയിലേക്ക് ആവശ്യമായിട്ടുള്ള ചട്നി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ്. ഇതിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഇത്രയും വഴന്ന് കിട്ടിയാൽ മതി. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ തക്കാളി എടുത്താൽ മതി. വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സവാളയിൽ കിടന്നിട്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പക്കവടക്ക് അത്യാവശ്യം എരിവുള്ളത് കാരണം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. ഞാനിതാ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഞാനിതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പക്കവടയും ചട്നിയും റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.